ത്രീ സ്റ്റാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അന്നേരം ഇന്ന് ജഗ പുക വിശേഷങ്ങളാണ് കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ ആരും മിസ് ചെയ്യാതെ മുഴുവൻ കാണണ്ടേ, കാരണം അപാര ജഗ പുക വിശേഷങ്ങളാണ് കേട്ടോ. ഒരു ചക്ക തന്ന അപാര കഥ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോട്ടാ. ഇതാണ് ഞങ്ങളെ കഥ, ഇന്നത്തെ കഥ. അന്നേരം ചക്ക തിന്നാൻ ഭയങ്കര പൂതി. അങ്ങനെ ചക്കയ്ക്ക് പോയി. ചക്ക പറിക്കാൻ നമ്മൾ സ്ഥിര സ്ഥലത്തേക്ക് തന്നെയാണ് പോയത്. നമുക്ക് സ്ത്രീധനം കിട്ടിയ സ്ഥലം ഉണ്ടല്ലോ, അന്നേരം അങ്ങോട്ടേക്കായിരുന്നു യാത്ര കേട്ടോ. ഫുൾ കണ്ടോനെ കുത്തി. നിങ്ങളെ നാട്ടിൽ അതിന് എന്താ പറയാന്നറിയില്ല. ഈ കാട്ടിക്കൂടെയൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ മേത്ത് ഇങ്ങനെ കുത്തി കയറുന്നൊരു സൂചി പോലത്തെ സാധനം, കറുപ്പ് കളറിൽ. ആ സാധനം മേല് നിറച്ച് പിടിച്ചു കേട്ടോ. പിന്നെ എൻ്റെ കോലം കണ്ടോ, പാവം ഞാനില്ലേ ആകെ വേർത്ത് ക്ഷീണിച്ചു വാടി തളർന്നിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം ചക്ക ഏറ്റി മടുത്ത് പോയി ഗൈസ്. കാരണം 1, 2 അല്ല 4 കണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏറ്റുമ്പോൾ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നേരെ പോയപ്പോൾ 2 പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊരെണ്ണം നന്നായി പഴുത്തിട്ടുണ്ടായില്ല, നിലൊരെണ്ണം അത്യാവശ്യം നന്നായി പഴുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് കേടുണ്ടായിരുന്നു കേട്ടോ. ചക്ക കിട്ടുകയല്ലേ, ഒരു വർഷമായില്ലേ ചക്ക തിന്നിട്ട്. എല്ലാത്തിനും ആക്രാന്തായിരുന്നു, ആക്രാന്തം. അവിടെ കൊണ്ടച്ച് ഞങ്ങൾ ക്ഷീണം മാറ്റാൻ കുറച്ച് വെള്ളം കുടിച്ചിരിക്കുമ്പോഴത്തേക്കും കണ്ടില്ലേ, പോയി തോണ്ടുന്നത് കത്തിയിട്ടും വിരലിട്ടൊക്കെ കുത്തി പുറത്തെടുക്കലായിരുന്നു. ചക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണും പോലെയൊന്നല്ല മക്കളെ, അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കാരണം കുറേ കാലം കൂടി, ഒരു വർഷമായില്ലേ, അതുകൊണ്ട് തിന്നുമ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തർ ഇരിക്കാനുള്ള സീറ്റൊക്കെ ഒപ്പിച്ച് വരുന്നുണ്ട്. ഓരോന്നിനും ഓരോ പീസ് അങ്ങോട്ട് വെട്ടിക്കൊടുത്തു കേട്ടോ. ഇരുന്ന് അങ്ങോട്ട് തിന്നട്ടെ വിചാരിച്ചു. ലാസ്റ്റ് എല്ലാത്തിനും മതിയായി ഗൈസ്. കാരണം നല്ല മധുരമുണ്ട്, വേഗം തലക്ക് മത്ത് പിടിച്ചാലേ കേട്ടോ. പിന്നെ അമ്മയുണ്ട് അവിടെ. അമ്മ അങ്ങനെ ചക്കയൊന്നും തിന്നാത്ത ആളാണ് കേട്ടോ. അമ്മയും തിന്നു 2-3 ചോള. പിന്നെ അത് അനിയത്തിയാണ് കേട്ടോ. അനിയത്തിൻ്റെ 2 മക്കൾ വേണം. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ 3 കുട്ടിപ്പട്ടാളം. അങ്ങനെ ടോട്ടൽ ഞങ്ങൾ ഇത്രയും ആൾക്കാർ ഇരുന്ന് ഒരു ചക്ക വെട്ടി, കുഞ്ഞു ചക്കയായിരുന്നു കേട്ടോ. അത് വെട്ടി ഇരുന്ന് തിന്നു. ഉച്ചക്കത്തെ ചോറ് ആരും തിന്നിട്ടില്ല കേട്ടോ. ഒരാളത്തെ ദോശ, ഒരു കാസറോൾ നിറച്ചവിടെ ഉണ്ടായിരുന്നു, അതും വേസ്റ്റ്. ചോറ് ആർക്കും വേണ്ട, ചക്ക തിന്ന് വയറ് നിറഞ്ഞു കേട്ടോ. പിന്നെ ഇത് കണ്ട് നിങ്ങൾ ആരും ഒന്നും വിചാരിക്കരുത്, നിങ്ങൾ ഒരുപാട് ചക്ക വെട്ടുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഇതുപോലൊരു ചക്ക വെട്ടുന്ന വീഡിയോസ് നിങ്ങൾ ആരും ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഇത്രയും എളുപ്പമാണ് നിങ്ങളാരും വിചാരിക്കരുത് കേട്ടോ. കാരണം ഈ ചക്ക എനിക്ക് വെട്ടാൻ, ഞാൻ ചക്കൻ്റെ എല്ലാവിധ പരിപാടികളും എടുക്കും കേട്ടോ. ഈ ഒരു കാര്യം മാത്രം എന്നെ കൊണ്ട് പറ്റൂല. ഇത് 2 കഷ്ണാക്കല്ലേ, ഞാൻ ഗതിയും വിധിയും കെടും കേട്ടോ. നമ്മളെ കോടാലി വെച്ചിട്ട് ഒറ്റ വെട്ടിന് 2 പൊളിയാക്കുന്ന യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ കോടാലി എടുത്താൽ ഏട്ടനും അനിയനും കൂടെ ഞങ്ങൾ പീസാക്കും. അതുകൊണ്ട് കോടാലി എടുക്കാൻ പറ്റില്ല, അവർ വിറകീറുന്ന കോടാലിയാണ്. അതുകൊണ്ട് അതെടുത്താൽ ഞങ്ങൾക്കിട്ട് പൊട്ടും. അതുകൊണ്ട് ഞങ്ങൾക്കായിട്ട് ചക്ക വെട്ടാൻ ഒരു കത്തി തന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ ശ്യാമാട്ടൻ്റെ അനിയൻ്റെ കത്തി എടുത്തിട്ട് ഞങ്ങൾ മുളഞ്ഞാക്കിയിട്ട് അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് മുളഞ്ഞി മീൻസ് ചക്കരക്ക് ചക്ക മുളഞ്ഞി എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും കേട്ടോ. അത് കളയും. അന്നേരം എന്താക്കും, അതിൻ്റെ മൂർച്ച പോകും, അതിൻ്റെ പിടിയൊക്കെ ലൂസായി പോകും. അതുകൊണ്ട് ഇവരാരും കത്തിയൊന്നും ഞങ്ങൾ എടുക്കാൻ വിടത്തില്ല കേട്ടോ. പേടിയാണ് ഇവരെ കത്തിയൊക്കെ എടുക്കാൻ. അതുകൊണ്ട് ഞങ്ങൾക്കായിട്ടൊരു കത്തി തന്നിട്ടുണ്ട്. ആ കത്തീനെ അടുപ്പിൽ വെച്ച് അത് ചാവാനായി ഗൈസ്. ഓരോ വർഷവും അതിന് ഇങ്ങനെ എടുത്ത് ചൂടാക്കി അടുത്ത വർഷത്തേക്ക് പുതിയ കത്തി മേടിക്കണം. ചക്ക പീസാക്കാൻ പോയി ഞാൻ മടുത്തു എന്ന് പറഞ്ഞാൽ നല്ല മടുത്തു. കാരണം നല്ല മൂത്ത ചക്കയായിരുന്നു. അതിൻ്റെ ഉള്ളിലത്തെ സാധനത്തിന് എന്താ പറയുക എനിക്കറിയില്ല. ആ സാധനത്തിന് ഭയങ്കര ഉറപ്പ്, എത്ര വെട്ടിയിട്ടും വെട്ടണില്ല. ഞാൻ ഓരോ വട്ടം വെട്ടുമ്പോൾ ലക്ഷ്യം മാറി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പച്ചച്ചക്ക തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ മധുരമുള്ള ചക്ക തിന്നിട്ടേ വയറ് നല്ലോണം നിറഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയില്ല. അന്നേരം കുട്ടീസൊക്കെ പറയുന്നുണ്ട് ഇതാദ്യം വെട്ടിയാൽ മതിയായിരുന്നു, പഴുത്ത ചക്കനേക്കാളും ടേസ്റ്റ് പച്ചച്ചക്ക തിന്നാനാണെന്ന്. കറക്റ്റ് വറക്കാൻ പറ്റിയ പരിവായിരുന്നു കേട്ടോ. ഈ ഒരു ചക്കയും വെട്ടി, ഇതിൻ്റെ ചെറുതൊരു ചക്കയും കൂടെ വെട്ടി കേട്ടോ. എന്നിട്ട് ആ 2 ചക്ക, 3 ചക്ക വെട്ടി, 3 പച്ചച്ചക്ക വെട്ടി കേട്ടോ. ഇതും ഇതിൻ്റെ ഒരു ചെറുതും വെട്ടി വറക്കാനെടുത്തു. പിന്നെ ഒരു കുഞ്ഞു ചക്കയും കൂടെ വെട്ടി ഞങ്ങൾ പുഴുങ്ങാനെടുത്തു കേട്ടോ. പിന്നെ നമ്മൾ വറക്കാനെടുക്കുമ്പോൾ ഇതിൻ്റെ 2 അറ്റവും നമ്മൾ കളയില്ല. ചക്കയുടെ തുഞ്ചെന്ന് പറയും ഇവിടെയൊക്കെ. അത് നമ്മൾ വെട്ടിക്കളയുമല്ലോ, അതിന് നമ്മൾ എടുക്കൂലല്ലോ, അത് കുറച്ച് കട്ടി കൂടുതലല്ലേ. ആ ഭാഗം 2 നമ്മൾ ചെത്തിയെടുത്തിട്ട് പുഴുങ്ങും. സാധാരണ ഞങ്ങൾ അങ്ങനെ പുഴുങ്ങാറ്. വറക്കാനെടുക്കുന്ന ചക്ക കൊണ്ട് തന്നെ നമ്മളെ പുഴുക്കും കഴിയും കേട്ടോ. കാരണം വറക്കലുമായി പുഴുങ്ങലും, അതിന് സ്പെഷ്യലായിട്ട് വേറെ ചക്കയുടെ ആവശ്യമൊന്നുമില്ല. അന്നേരം ഒരു ചക്ക പറഞ്ഞാൽ മൂപ്പ് കുറവായിരുന്നു, വറക്കാനുള്ള പാകത്തിനായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ചക്ക വെട്ടി നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, എൻ്റെ വെട്ടൽ കാണുമ്പോൾ അത്ര പന്തിയില്ലാന്ന്. അതേപോലെ തന്നെ വിരലിൻ്റെ നഖത്തിൻ്റെ ഒരു പീസ് അങ്ങോട്ട് പോയിട്ടാ. എന്തോ ഭാഗ്യം, തള്ളവിരൽ 2 പീസാണ് പതിരുന്നത്. ചക്കേൻ്റെ കൂടെ ഒരു കഷ്ണം പോയിട്ടുണ്ട്. അനിയത്തിൻ്റെയും കൈ മുറിഞ്ഞുട്ടാ. 2 പരാക്രമം കളിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്. കാരണം അതാണ് അവസ്ഥ. ശ്യാമേട്ടൻ അച്ഛനുണ്ടെങ്കിൽ പീസാക്കി തരും കേട്ടോ. 2 ആളും ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ പീസാക്കി തരും, 2 പൊളിയാക്കി തരും. ഇനി അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ചക്കൻ്റെ ബാക്കി എല്ലാ പണി ഞങ്ങൾ 2 പേരും എടുക്കും കേട്ടോ. ഞങ്ങൾ 2 പേരും അധികം ഇങ്ങനെ തന്നെയാണ് ചക്ക വെട്ടൽ പരിപാടി. ഞങ്ങൾ 2 പേരും തന്നെയാണ് ചെയ്യാറ്. അധികവും ഒറ്റയ്ക്ക് ചെയ്യൽ കുറവാണ്. കാരണം ഇങ്ങനെ നമ്മളെല്ലാവരും കൂടി ആകുമ്പോൾ നമ്മൾ ചക്കപ്പണി തീരെ അറിയില്ല, വേഗം നടക്കൂട്ടാ. പിന്നെ കുട്ടീസുകളെ ഞങ്ങൾ ചക്ക നന്നാക്കാൻ ഞാൻ വെട്ടി പീസാക്കി ഇട്ട് കൊടുത്തു. അവളതിൻ്റെ നമ്മളെ ചക്കേൻ്റെ പുറം ഭാഗില്ല, മുള്ളുഭാഗം ചെത്തിയിട്ട് അപ്പാടെ ഇട്ട് കൊടുത്തു. അതാകുമ്പോൾ എളുപ്പമല്ലേ, ഇങ്ങനെ പറിച്ച് എടുക്കണ്ടല്ലോ. അങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. മറ്റേറ്റുകൾ 2 കൂടെ വികൃതി കാണിച്ച് നടക്കുന്നുണ്ട്. അന്നേരം മോനൊരു വടിയെടുക്കാൻ വേണ്ടി പോയത്, ഒരു ഓടലാണ് കേട്ടോ. ഇരിക്കുന്ന സീറ്റുകളൊന്നും ആരും ഒന്നും വിചാരിക്കണ്ട കേട്ടോ. ബക്കറ്റിനൊക്കെ കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കയറിയിരിക്കുന്നത്. കാരണം കസാര ഇട്ടിരിക്കാനുള്ള സൗകര്യം നമ്മൾ മുറ്റത്ത് ഇല്ലല്ലോ.
പിന്നെ കുട്ടീസുകളൊക്കെ ഒന്ന് എല്ലാം പറിച്ച് ചകിണിയൊക്കെ പറിച്ച് വേറെ ആക്കി തന്നു. പിന്നെ കുരു കളഞ്ഞ് അരിയുക എന്നുള്ളൊരു കാര്യം മാത്രമേ നമ്മളടുത്ത് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് ഞാൻ പിന്നെ കുരു കളഞ്ഞു കൊടുത്തു. അനിയത്തി വേഗം അരിഞ്ഞിടും കേട്ടോ. ഇതിൽ മുന്നേ തന്നെ ഞങ്ങൾ പുഴുങ്ങാനുള്ള ചക്കേനെ വേഗം അരിഞ്ഞ് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. അതൊരു കുഞ്ഞു ചക്കയായിരുന്നു, അതുകൊണ്ട് ഒരു കുക്കറേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ഈ ചെത്തുന്ന ചക്കയുടെ 2 ഭാഗങ്ങളും കൂടെ എടുക്കുമ്പം ഒരു കുക്കർ ഉണ്ടാവും കേട്ടോ. നമുക്ക് പുഴുങ്ങാൻ കറക്റ്റ് ഒരു കുക്കർ കിട്ടും. വെന്ത് കഴിയുമ്പോൾ അര കുക്കറേ ഉണ്ടാവത്തുള്ളൂ, കുറച്ചേ ഉണ്ടാവത്തുള്ളൂ വെന്ത് കഴിയുമ്പോൾ. പിന്നെ ഞങ്ങളിത് അതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളില്ലേ, ചക്കയൊക്കെ അരിഞ്ഞിട്ട് കഴിയുമ്പോൾ നമ്മൾ ചക്കക്കുരുവിൻ്റെ മുകളിലുള്ള ചക്കേൻ്റെ പാടയില്ലേ, ചക്ക പോണ്ടി പച്ചക്കപ്പാട എന്നൊക്കെ പറയും, ആ സാധനം നല്ല മൂത്ത ചക്കേൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പറയാം, കുരു കളഞ്ഞ് മാറ്റിയെടുക്കുക. കുരു നമ്മൾ കളയത്തില്ല കേട്ടോ, അങ്ങനെ എടുക്കും, കറി വയ്ക്കാനും ഉപ്പേരി വയ്ക്കാനും ഒക്കെ എടുക്കും. ഈ സംഭവത്തിന് ലേശം ഉപ്പും മുളകും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് തിരുമ്മിയിട്ടേ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പപ്പടം വറക്കും പോലെ വറുത്തെടുക്കാം കേട്ടോ. ഇതൊക്കെ കളയുവാണെങ്കിൽ ചക്കേൻ്റെ ഒന്നും നമുക്ക് വേസ്റ്റ് ചെയ്ത് കളയാനില്ല. നമ്മൾ ചക്ക ചകിണി വെച്ച് പക്കവട പോലും ഉണ്ടാക്കാം കേട്ടോ. അടിപൊളിയാണ്. ചക്കേൻ്റെ നമുക്ക് വേസ്റ്റ് ചെയ്യാൻ ചക്കേൻ്റെ മുള്ളും അതിൻ്റെ ഉള്ളിലത്തെ നടുവിലത്തെ സാധനവും മാത്രമേ ഉള്ളൂ കളയാനായിട്ട്. പിന്നെ ചക്ക പുഴുങ്ങാനുള്ള പരിപാടി കണ്ട, അതിൻ്റെ തുഞ്ചൻ ഞമ്മല്ല 2 ഭാഗങ്ങൾ ചെത്തിയെടുത്തതും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ചക്ക അരപ്പുണ്ടാക്കുന്നത് തേങ്ങയും വെളുത്തുള്ളിയും ചെറിയ ജീരകവും പച്ചമുളകും വെച്ചിട്ടാണ് കേട്ടോ. അതൊന്ന് ചതച്ചെടുത്ത് കരിവേപ്പില ഇട്ട് ഉപ്പ് ഇട്ട് കുക്കറിലിട്ട് 2 വിസിലൊന്നും വേണ്ട, 1 വിസിൽ കഴിയുമ്പോൾ ആയിക്കോളും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മീൻ കറിക്കുള്ള സെറ്റാക്കണം. മീൻ രാവിലെ വാങ്ങി നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, മത്തി. പിന്നെ സമയം കിട്ടിയില്ല, ചക്കേൻ്റെ മുകളിൽ നിന്നിട്ട് ഇന്നത്തെ ദിവസം മുഴുവൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഓയിലൊക്കെ ഒഴിച്ച് ചക്ക വറക്കാനുള്ളതും കൂടെ സെറ്റാക്കുന്നുണ്ട്. എല്ലാവരും ചക്ക ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ടിട്ടല്ലേ ഉപ്പ് വെള്ളം കുടയല്ലേ ചെയ്യുക. ചക്ക മൊരിഞ്ഞ് വരുമ്പോൾ ഞാൻ നേരത്തെ ഉപ്പ് തിരുമ്മിയിട്ടാണ് കേട്ടോ വറക്കൽ. എനിക്കിതുവരെ അങ്ങനെ കുഴപ്പം തോന്നിയിട്ടില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെ പണിയെടുത്തു എന്നറിയോ ഞാൻ. ഇന്നൊരു സംഭവമാണ്, തേങ്ങ ഇത് അരച്ച് മീൻകറിക്കുള്ള തേങ്ങയൊക്കെ അരച്ച് പച്ചമാങ്ങ ഇട്ടിട്ടുണ്ട് മീൻകറി വെക്കണേ. അത് മാങ്ങയൊക്കെ ഇട്ട് പച്ചമുളകൊക്കെ ഇട്ട് അരപ്പൊക്കെ നമ്മളെന്നും മീൻകറി വെക്കണല്ലേ, അതുപോലെ തന്നെ രാവിലെ 50 രൂപേൻ്റെ കുഞ്ഞമത്തി മേടിച്ചു. ചക്ക പറിക്കണം എന്നുള്ള കണ്ടീഷനിലുകൊണ്ട് മത്തി മേടിച്ചാട്ടോ. ഭയങ്കര വിലയാണ് മത്തിക്ക്. ലേശം വാങ്ങിച്ചു, കറി ചാറുണ്ടാക്കാൻ മാത്രം കേട്ടോ. പിന്നെ നമ്മളെ കുക്കറൊക്കെ വിസിൽ വന്നു. അതിന് ശേഷം നമ്മൾ മീൻകറീനെയും കൂടെ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം ഇനി ബാക്കി ചക്ക അവിടെ വറക്കാനിട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അതങ്ങ് ആയി വന്നോളും. നമ്മൾ ചക്കേനെ എപ്പോഴും പോയിട്ട് ഇളക്കി കൊടുക്കരുത് കേട്ടോ. നമ്മൾ ചക്ക വറക്കുമ്പോൾ മെയിനായിട്ട് കുറേ പേര് പറയുന്ന കേട്ടിട്ടുണ്ട്, ഇങ്ങനെ കുഴഞ്ഞു പോകുന്നത് ഞങ്ങൾ ചക്ക വറക്കുമ്പോൾ മൊരിയുന്നില്ല എന്നൊക്കെ. അതെന്താ സംഭവം എന്ന് അറിയാം, ഞങ്ങൾ കുറച്ച് എണ്ണയിലാണ് ചക്ക വറക്കൽ. പിന്നെ ചക്ക നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി എണ്ണ എല്ലായിടത്തും ആക്കി കൊടുക്കുക എന്നല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ചക്കേനെ ഇട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കരുത് കേട്ടോ. ഒന്ന് മൊരിഞ്ഞ് വന്നിട്ട് നമ്മൾ ചക്കേനെ ഇളക്കാൻ പാടുള്ളൂ. അതുവരെ ഒന്ന് തിരിച്ച് മറിച്ച് ഇടയ്ക്ക് ഇട്ട് കൊടുക്കുക, കരിഞ്ഞു പോവാതെ നോക്കുക. അത്ര മാത്രം ചെയ്താൽ മതി. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുഞ്ഞിനെ കുളിപ്പിക്കലൊക്കെ ചെയ്തായിരുന്നു. ചാമട്ടം പണി കഴിഞ്ഞ് വന്നു, കുഞ്ഞിനെ കുളിപ്പിച്ച നേരത്തേക്ക് ഏകദേശം 3:30 മണി ആയിട്ടുണ്ട് കേട്ടോ, 4 മണി ആയിട്ടുണ്ട്. പിന്നെ നേരത്തേക്ക് കുഞ്ഞിനെ കുളിപ്പിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളെ മീൻകറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അവളെ കുളിപ്പിച്ച് മാറ്റി കഴിഞ്ഞത്തേക്ക് മീൻകറിയായി. പിന്നെ ചക്കയ്ക്ക് മീനിനൊക്കെ വറവിട്ടു. ആദ്യം മീനിന് വറവിട്ട് താളിച്ച് വെച്ചു, പിന്നെ ചക്കയ്ക്ക് വറവിട്ടു, അതൊക്കെ ഒന്ന് കുഴച്ച് വെച്ചു. ജഗ്ഗ പണിയാണ് കേട്ടോ. എന്താ പറയുക, രാവിലെ ഒരു 10:30 മണിക്ക് തുടങ്ങിയ പരിപാടി ചക്ക കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 12 മണിയാകാനായിട്ടോ. ചക്കപ്പണി തുടങ്ങുമ്പോൾ തന്നെ ഏകദേശം 12 മണിയാകാനായിട്ടുണ്ട് കേട്ടോ. 12 മണി. അതിനുശേഷം ഫുൾ ഇതൊക്കെ നന്നാക്കി എടുത്തു. ഓരോ പണികളും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരം എൻ്റെ കുളിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 6:30-7 മണിയാകാനായിട്ടുണ്ട് കേട്ടോ. കാരണം ചക്ക വറക്കാൻ നമുക്ക് ചക്ക വറക്കലൊരു പണിയേ അല്ല. അത് അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാവിധ പണികളും റോൾ ചെയ്ത് പോവാം. ചക്ക വറക്കാനായിട്ട് അവിടെ ഇരിക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല കേട്ടോ. കാരണം ഞാൻ അതിനായിട്ടൊരു സമയം കണ്ടെത്തല്ല. അതിൻ്റെ ഇടയിൽ കൂടെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇടയ്ക്കൊന്ന് വന്ന് ഇളക്കി കൊടുക്കും, തീ ഒന്ന് കത്തിച്ച് കൊടുക്കും. ഒന്നും മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ തീ ഓവർ വേണ്ട, കുറഞ്ഞ തീ മതി. നമ്മളൊന്നായി വരും വരെ കുറച്ച് നന്നായിട്ട് തീ കത്തണം കേട്ടോ, അല്ലെങ്കിൽ കുഴഞ്ഞ പോലെ ഇപ്പോൾ. ഞാൻ ഇതുവരെ ചക്ക വറുത്തിട്ട് അങ്ങനെ കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടലുണ്ട്. ഞാൻ എല്ലാ കൊല്ലം മഴക്കാലമാകുമ്പോൾ 2 കുപ്പി നിറച്ച് ചക്ക വറുത്ത് വയ്ക്കും കേട്ടോ. കാരണം മഴക്കാലത്തൊക്കെ നമുക്ക് കഴിക്കാനൊക്കെ നല്ലതല്ല. മഴക്കാലത്ത് നമുക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കഴിക്കാൻ നല്ലതാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ അത് അമ്മയ്ക്ക് കുറച്ച് മതി കേട്ടോ. അമ്മ കുറച്ചേ കഴിക്കത്തുള്ളൂ. അന്നേരം അമ്മയ്ക്ക് കുറച്ച്, അപ്പുറത്തേക്ക് അനിയൻ്റെ വീട്ടിലേക്ക് ചക്കപ്പുഴുക്ക് ഞാൻ തന്നെ ഉണ്ടാക്കുക കേട്ടോ. അന്നേരം വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചേ ഉള്ളൂ. അന്നേരം അങ്ങോട്ടും അമ്മയ്ക്കുള്ളതൊക്കെ കൊടുത്തു വിട്ടു. ചക്കപ്പുഴുക്ക് ഞാനിവിടെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരി വയ്ക്കലാണ് കേട്ടോ. അധികം അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. ചില സമയങ്ങളിൽ മാത്രമേ 2 വെക്കലുള്ളൂ. അത് വറക്കലൊന്നും ഇല്ല, 2 വെക്കും, അങ്ങനെയൊക്കെ വെക്കലുള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ ചക്ക വറക്കലും കൂടെ കഴിഞ്ഞ് വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത്.